ഇവിടെ ഒരു കാട്ടിൽ വേട്ടക്കാരൻ കൊമ്പെടുക്കുന്നതിനായി ഷൂട്ട് ചെയ്യുന്നു. അത് കണ്ട് മറ്റു ആനകളെല്ലാം ഭയന്നോടുമ്പോൾ ഒരു ആനക്കുട്ടി മാത്രം കുഴിയിൽ വീണു പോകുന്നു. പിന്നീട് ഭൂമി എന്നൊരു പയ്യൻ കാണിക്കുന്നു. അവന്റെ അമ്മ കള്ളച്ചാരായം ഉണ്ടാക്കുന്നതിനാൽ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. മകനോട് ഒരു സ്നേഹവുമില്ലാത്ത അമ്മ ഇവൻ ജനിച്ച ശേഷമാണ് ഇങ്ങനെ കുറെ തവണ ജയിലിൽ പോകേണ്ടി വന്നതെന്ന് പറഞ്ഞ് അവനെ തള്ളി മാറ്റുന്നു. ഇപ്പോൾ സ്കൂൾ ടൈം ആയെന്ന് പറഞ്ഞ് വേഗത്തിൽ സ്കൂളിൽ പോയി അവൻ പ്രേയറിൽ പങ്കെടുക്കുന്നു. സ്കൂളിലെ എല്ലാ കുട്ടികളും ലഞ്ച് ടൈമിൽ ഫ്രണ്ട്സിനൊപ്പം ഇരുന്ന് കഴിക്കുമ്പോൾ അവൻ മാത്രം തനിയെ ഇരുന്ന് കഴിക്കും. കുട്ടികളോട് എപ്പോഴും അടുകൂടിക്കൊണ്ടേയിരിക്കും. അത് കാണുന്ന സാറും നിനക്ക് എന്താണ് ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തത്, എന്തിനാണ് എപ്പോഴും എല്ലാവരോടും വഴക്കു കൂടുന്നതെന്ന് ചോദിച്ചു. എൻ്റെ അമ്മ കാരണം ആരും എന്നോട് ഫ്രണ്ട് ആകുന്നില്ല, എനിക്കും ഫ്രണ്ട്സ് വേണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് കരയുന്നു. അതിന് സാറ് നിനക്കിപ്പോൾ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും കുറച്ചു നാൾ കഴിയുമ്പോൾ അവർ നിന്നെ വിട്ടുപോകും. ഇവിടെയുള്ള കാട്, അരുവി, മല ഇതൊക്കെ അവസാനം വരെ കാണുകയുള്ളൂ. അതിനോട് കൂട്ടുകൂടുവാൻ പറയുന്നു. അതിനുശേഷം അവൻ ആ കാടെല്ലാം ചുറ്റു നടന്ന് കാണുമ്പോൾ അവൻ്റെ കണ്ണിനെല്ലാം അഴകായി തോന്നുന്നു. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കുഴിയിൽ വീണു കിടക്കുന്ന ആനക്കുട്ടിയെയും കാണുന്നു. ആനക്കുട്ടിയെ കണ്ടതും ഓടിപ്പോയി ആനയെ മുകളിൽ കയറ്റാൻ ഒരുപാട് ട്രൈ ചെയ്യുന്നു. എങ്ങനെയോ കഷ്ടപ്പെട്ട് ആനയെ പുറത്തെടുക്കുന്നു. ആന ദാഹത്തോടെ ഇരിക്കുന്നെന്ന് മനസ്സിലാക്കി അവൻ ബാഗിലുള്ള വാട്ടർ ബോട്ടിലെ വെള്ളം കൊടുക്കുന്നു. ആനയ്ക്ക് ഇനിയും വെള്ളം വേണമെന്ന് കരുതി അരുവിയിൽ നിന്നും വെള്ളം എടുക്കാനായി പോയി വരുന്ന വഴി അവൻ്റെ അമ്മ കണ്ടിട്ട് അവനെ വിളിച്ചുകൊണ്ട് പോകുന്നു. അടുത്ത ദിവസം ആ ആനക്കുട്ടിയെ എങ്ങനെയോ കാട്ടിൽ നിന്നും കണ്ടുപിടിച്ച് ആരും കാണാതെ ആനക്കുട്ടിയെ രഹസ്യമായി ഒരിടത്ത് വെച്ച് ഭക്ഷണമെല്ലാം കൊടുത്ത് നന്നായി അവൻ നോക്കുന്നു. രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആകുന്നു. നില എന്ന് പേരും വെക്കുന്നു. കൂടാതെ അതിനോട് കളിക്കുകയും മേക്കപ്പ് ഇട്ട് കൊടുക്കുകയും പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവൻ്റെ അമ്മ കൂടെ ആനക്കുട്ടിയുള്ളത് കണ്ടിട്ട് അതിനെ വിൽക്കാനായി ഒരാളോട് ചോദിച്ചപ്പോൾ ആനയെ നന്നായി വളർത്തി തന്നാൽ ലക്ഷക്കണക്കിന് രൂപ തരാമെന്ന് പറയുന്നു. അതിനാൽ തന്നെ ആന വളരും വരെ അവിടെ വെച്ച് വളർത്തുന്നു. ഇപ്പോൾ അവനൊപ്പം ആനയും പതുക്കെ വളരുന്നു. ടൂറിസ്റ്റുകൾ ആരെങ്കിലും വന്നാൽ അവരുടെ മുൻപിൽ ആ ആനയെ കൊണ്ട് പെയിന്റിംഗ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. അവരും അത് ഫോട്ടോ എടുത്ത് ഓൺലൈനിൽ ഇടുന്നു. ഇപ്പോൾ ആന നന്നായി വളർന്നതിനാൽ തന്നെ ഭൂമിയുടെ അമ്മയും കൂട്ടാളികളും ആനയെ വിൽക്കാനായി കടത്തിക്കൊണ്ടു പോകുന്നു. ഭൂമിയും എക്സാം റിസൾട്ട് നോക്കിയിട്ട് പാസ് ചെയ്തതുകൊണ്ട് ആനയോട് പറയാനായി അതിനെ അന്വേഷിക്കുന്നു. എന്നാൽ അവനെ ഒരിടത്തും കണ്ടില്ല. അപ്പോൾ നാട്ടിലുള്ളവരോട് ചോദിച്ചപ്പോൾ നിന്റെ അമ്മ ആരുടെയൊക്കെയോ കൂട്ടി കാട്ടിലേക്ക് പോകുന്നത് കണ്ടു, അവരോട് ചോദിച്ചാൽ പറയുമെന്ന് പറഞ്ഞു. അമ്മയോട് ചോദിച്ചപ്പോൾ എനിക്കൊന്നും അറിയില്ലെന്ന് ദേഷ്യത്തോടെ പറഞ്ഞു. അവനും കോളേജ് പഠിച്ചുകൊണ്ടേ ആനയെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. ഒരിക്കൽ പട്ടണത്തിൽ പോകുമ്പോൾ ആനയെ വാങ്ങിയാൽ നിന്റെ ആനയെ ഇപ്പോൾ വാൾപ്പാറയിൽ കാട്ടാനകളെ വിരട്ടുന്ന കുംകി ആനയായി കൊണ്ടുപോയിരിക്കുകയാണെന്ന് പറയുന്നു.